ഒരു 20 വയസ്സിലൊക്കെ നമുക്ക് പലപ്പോഴും നമ്മുടെ ബോഡിയെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ഗ്രാഹ്യം ഉണ്ടാകത്തില്ല. പലപ്പോഴും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു മൊമെൻറ്റ്സിൽ ജീവിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇതൊരു പൂമ്പാറ്റ പോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പലരും ചിന്തിക്കും. അല്ലെങ്കിൽ ഇതൊരു ഫ്രീഡം ഓഫ് ലൈഫാണെന്ന് പലപ്പോഴും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോണാണ്. ഈ ലോൺ നിങ്ങൾ പലിശ സഹിതം തിരിച്ചടയ്ക്കും. കാരണം ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും. പലപ്പോഴും പെണ്ണുങ്ങൾ ഇത് തിരിച്ചടയ്ക്കാൻ പോകുന്നത് ഒരു 30-ാം വയസ്സിലായിരിക്കും. ആണുങ്ങൾ ഇത് തിരിച്ചടയ്ക്കാൻ പോകുന്നത് പലപ്പോഴും ഒരു 40 വയസ്സ് തുടങ്ങുമ്പോഴായിരിക്കും. നിങ്ങൾ കഴിച്ചതും നിങ്ങൾ കുടിച്ചതും നിങ്ങൾ ഇടപെട്ട വ്യക്തികളെയെല്ലാം നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മനസ്സും ഓർത്തിരിക്കുന്നുണ്ടാവും. അന്ന് നിങ്ങൾ മദ്യപിച്ചപ്പോൾ ദാറ്റ് ഈസ് മൈ ലൈഫ്. അന്ന് നിങ്ങൾ MDMA അടിച്ചപ്പോൾ ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ ഇഷ്ടമുള്ള ചെയ്യും. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയപ്പോൾ അത് ആസ്വദിച്ചു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ആ പറയുന്ന ന്യായങ്ങളെയൊക്കെ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളോട് ഒരു ദയ കാണിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ ഒരു റീസെറ്റ് ബട്ടൺ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളുടെ എനർജി പയ്യെ താഴാൻ തുടങ്ങും. പലപ്പോഴും നിങ്ങളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ട് മാറും. അതുകൊണ്ട് ഈ പറയുന്ന യങ് ജനറേഷനോട് എനിക്ക് പറയാനുള്ളത്, ഏർലി 20s നിങ്ങൾ ഒരിക്കലും ഈ പറയുന്ന അമിതമായ സന്തോഷത്തെ ചേസ് ചെയ്യാൻ നോക്കരുത്. കാരണം ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീഡം. അത് നിങ്ങൾ പലപ്പോഴും ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഒരു വലിയൊരു കടത്തിലേക്ക് തള്ളിവിടും. അതായത് നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ലോണ് നിങ്ങൾ പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കും. അതുകൊണ്ട് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. ജീവിതത്തിൽ ഒരു ചിട്ടയായ ജീവിതം മുന്നോട്ട് നയിക്കാൻ നോക്കുക. നിങ്ങൾ ഈ പറയുന്ന എൻജോയ്മെൻ്റൊക്കെ ആവാം, പക്ഷേ ഒരു കാരണവശാലും ഓവർ എക്സ്പോഷറിലേക്ക് പോകരുത്. കാരണം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത 5 to 10 വർഷം കഴിയുമ്പോഴായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ ആ ജിമ്മിൽ പോകുന്നത് മൂലമുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ആരോഗ്യപരമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 5 to 10 വർഷം കഴിയുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കൂട്ടുകൂടുന്ന നല്ല ഫ്രണ്ട്സ്, അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 5 കൊല്ലം കഴിയുമ്പോഴായിരിക്കും. അതുകൊണ്ട് എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പരിധി വിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സാണ്. അതിൻ്റെ ഉത്തരവാദിത്തം വേറെ ആരും എടുക്കത്തില്ല. അത് നിങ്ങൾ ഡാമേജ് ആക്കിയാൽ നിങ്ങൾ തന്നെ സഹിക്കുന്നു.